അമ്മച്ച് ഐഫോണ് അമ്മച്ച് ഐഫോണ് കിട്ടിയ സന്തോഷത്തിലാണ് അമ്മ. നീക്ക് നമുക്ക് ഓപ്പൺ ആക്കുമ്പോ നീക്ക് നമ്മളെ ഇങ്ങോട്ട് വാ. നമ്മളെ അമ്മച്ച് ഇന്ന് അമ്മേന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാം. കൈ എവിടെ? കൈ ഇവിടെ ഉണ്ടോ? ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അതുപോലെ തന്നെ ഇവക്ക് നാളെ ബർത്ത്ഡേ ആണ്. മീൻസ് നാളെ അതായത് 14-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നാണ് ഇവളുടെ ബർത്ത്ഡേ. ശ്രീകൃഷ്ണനും ഇവള് ഒരുമിച്ച് ജനിച്ചതാ. അതാ പോലെ അതാണ് കവർ. എടുത്തു വാ. എടുക്ക്. അമ്മച്ച് ഐഫോൺ വാങ്ങിക്കൊത്തു. അമ്മേ വാങ്ങട്ട് നമുക്ക് ഇമോഷണൽ പിന്നാകാം. അപ്പേ ഐഫോൺ വാങ്ങിക്കൊടുത്തു. നോക്ക് ഇത് ഫോണ് കിട്ടിയ അമ്മച്ച്. അമ്മച്ച് ഐഫോണ് കിട്ടിയ സന്തോഷത്തിലാണ് അമ്മ. നീക്ക് നമുക്ക് ഓപ്പൺ ആക്കുമ്പോ നീക്ക് ഗാഡി പോയി ഓപ്പൺ ആക്ക. ഒരു വീഡിയോ എടുക്കുമ്പോഴാണല്ലോ ആ ചീഞ്ഞ തോർത്തുമുണ്ട് അവിടെ കൊണ്ടുപോയിട്ടേക്കും. അതൊക്കെ ഇതിന്റെ കൂടെ. അയ്യോ അത് നിർക്കല്ലേ. മേടിക്കാനാണ് നേരത്തെ ഞാൻ പോയത്. അതിനാണ് ഞാൻ OTP ഒക്കെ ചോദിച്ചത്. ഞാൻ ഓപ്പൺ ആക്കിയതാണ് ഒരു തവണ, കട്ട് ചെയ്തതാണ്. നമ്മളെ കട്ട് ചെയ്യാം. ഇതൊക്കെ ഞാൻ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തതാണ്. എല്ലാം ഉണ്ടായില്ല കൂടെ. ഇത് മീനാശാക്കല്ലേ? ഇത് കണ്ടോ? സെറ്റിങ്സ് ഞാൻ പഠിക്കാം. ഞാൻ പഠിപ്പിക്കാം. ഈ ബോ നോ എക്സ്ട്രാ ക്ലാസ് ഇട്ടോ.
അതെല്ലാം സെറ്റ് ചെയ്യണം, സിമ്മൊക്കെ ഇടണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇതിലെന്തെങ്കിലും ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഐഫോൺ യൂസ് ചെയ്യണത്. എനിക്ക് അറിയില്ല അതിൻ്റെ എങ്ങനെയാണെന്ന്. ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഐഫോൺ. എനിക്കും ഇതില്ല, പക്ഷെ നല്ലൊരു ക്യാമറ വേണമെന്നുള്ളതുകൊണ്ട് ഫോൺ വേണം എന്നുള്ള അതിൻ്റെ കണ്ണ് ചെയ്യും. ഫോൺ വാങ്ങിച്ചതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതാണ് ഞങ്ങളെ ആളുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ ഒരു സർപ്രൈസ്. ഇത് ബർത്ത്ഡേന്റെ ആണോ ആനിവേഴ്സറിയുടെ? വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേയും, അതായത് തലേ ദിവസം വെഡിങ് ആനിവേഴ്സറിയും 14 ഞങ്ങളുടെ അല്ല ഇവളുടെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പൊ രണ്ടിനും കൂടിയിട്ട് ഒരു ഞാൻ ചാനല് തുടങ്ങിയ ആ കാലം തൊട്ട് ഏട്ടൻ പറയുന്നുണ്ട് എനിക്ക് ഐഫോൺ മേടിച്ചത്. അത് ശരിയാട്ടോ. ഇവള് ഇത്രയും കാലം ചാനലിന് ഇത്രയും എത്തിച്ചതും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ വീഡിയോസും അത്രയും ക്ലാരിറ്റി ഉള്ള വീഡിയോസും മൊത്തം എടുത്തിട്ടുള്ളത് റിയൽമി എന്ന് പറഞ്ഞിട്ടുള്ള റിയൽമി 7 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഫോൺ എടുത്തോ എന്ന് കുറെ ആയിട്ടും പറയുന്നത്. ഞാൻ ഒരുപാട് കാലമായി എടുത്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കണം. പക്ഷെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് എവിടെങ്കിലും ഒക്കെ എത്തുമല്ലേ നോക്കിയിട്ട് ഇതാക്കാം. അതുപോലെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടിയിട്ട് മേടിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതിന് മുമ്പ് മേടിക്കാൻ പറ്റും വിചാരിച്ചില്ല. എന്തായാലും ഇത് പിന്നെ ഞാൻ കൊടുക്കണം, കയ്യോടെ കൊടുക്കണം. പിടിച്ചോ, ഇതിന്റെ EMI ഞാൻ അടയ്ക്കണം. ഞാൻ ഇതിന്റെ അടച്ചോളാം. ഓക്കെ, അതിലെ പൗച്ച്, അതുപോലെ ചാർജർ, കേബിള്, കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തു. അപ്പൊ ഗൈസ് എനിക്ക് ഐഫോൺ കിട്ടി ഗൈസ്. ജിങ്ക് ചിക്ക ഗൈസ്. പോവാ. അങ്ങനെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഐഫോൺ കിട്ടി ഗൈസ്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇവര് മറ്റേ വ്ളോഗ് എടുക്കാൻ പോവാണ്. ഞാനാണെങ്കിൽ ബിഗ് ബോസ് കണ്ട തിരക്കിൽ പോവാണെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് വിളിച്ചോടതാണ്. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഇതാണ് എൻ്റെ ഐഫോൺ കുട്ടൻ. സെറ്റ് അമ്മേ, എനിക്കിതിൻ്റെ സെറ്റിങ്സ് ഒന്നും അറിയില്ല. ദൈവം, ഞാൻ ഇതെന്തേലും പിടിച്ച് എനിക്ക് ഹാങ് ആവുമോ? അല്ല ഞാനിപ്പോൾ ഇങ്ങനെ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, നാളെ എല്ലാം സെറ്റ് ചെയ്ത് തരാം പകല്. അപ്പൊ ഞാൻ ഇപ്പൊ ഇത് വെച്ച് ഇവിടെ വെച്ച് കടന്നുറങ്ങണം? ഞാൻ ഉറങ്ങൂല. ഫുള്ള് വ്ളോഗ്.